ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലെൻസിസ് വ്ലോഗ്സ്. അപ്പോൾ നമ്മളെ അടുക്കളയിൽ നിൽക്കുന്ന ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഗൈസ്, ഇന്ന് കുക്കിംഗ് ആണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് എൻ്റെ അച്ഛനാണ്, പ്രത്യേകം പറയുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഹ്ദൂദാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചാൽ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇലകളൊക്കെ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരി 1 മണിക്കൂർ പൊതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും ക്യാരറ്റും കാപ്സിക്കവും ഉണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും പേസ്റ്റും ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, ഇത് മഹ്ദൂദിന്റെ മസാലയാണ്. പിന്നെ ഇവിടെ സ്പൈസസ് ഉണ്ട്. എല്ലാം കൂടി പറയാനൊന്നും എനിക്കറിയാൻ പാടില്ല ഗൈസ്. പിന്നെ നമ്മളെ തക്കാളി ജ്യൂസ് അടിച്ചതും ഓയിലും ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മൾ ഗ്യാസ് എത്തിക്കാൻ പോവാണ്. വലിയൊരു കുക്കറാണ് കേട്ടോ ഗൈസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഗൈസ്, ഇത് മാഗി ക്യൂബ് ആണ്, എന്നോട് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഗൈസ്. ഇതാ നമ്മൾ ചൂടായ കുക്കറിലേക്ക് ഓയിൽ ഒഴിക്കുകയാണ്. അങ്ങനെ ഗ്യാസ് ഇതാ നമ്മൾ ഓയിൽ ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇതാ ഉള്ളി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നത്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ഉപ്പ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ പേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു നമ്മൾ വീഡിയോ കാണിക്കുന്ന മാതിരി ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. സ്പൈസസിൻ്റെ എല്ലാ പേര് പറയാനൊന്നും കേസ് എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ട് മനസ്സിലാക്കുക എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, ക്യാരറ്റും കാപ്സിക്കോയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. അതൊക്കെ ഇട്ടെടുത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അതൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ്. മാഗി ക്യൂബ് 1 ഇട്ടാൽ മതി കേട്ടോ ഗൈസ്. നമ്മൾ 2 ഒക്കെ ഇടുന്ന സമയത്ത് മാഗി ക്യൂബിൻ്റെ ഭയങ്കരമായൊരു എന്താ പറയുക ടേസ്റ്റ് കുത്തൽ വരും. അതുകൊണ്ട് മാഗി ക്യൂബ് 1 ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഒരു മസാല മാത്രമേ ഇടുകയുള്ളൂ, വേറെയുള്ള മഞ്ഞപ്പൊടിയോ കാര്യങ്ങളൊന്നും ഇടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് എന്താ പറയുക മസാല ഇടുക ഗൈസ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഗൈസ് ഞാൻ അവിടെ നിന്ന് കോസ്റ്റ് കാണിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലകളൊക്കെ നല്ല രീതിയിൽ അരിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്ന അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ജ്യൂസും കുറച്ച് വെള്ളം കൂടി ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ നല്ല എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഗൈസ്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് എന്ത് ചെയ്യുക, അടച്ച് വെക്കുക ഗൈസ്. അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഇത്ര വിസിൽ വരണം എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഗൈസ്, ചിക്കൻ വരാൻ വേണ്ടി നമ്മൾ അടച്ചൊരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഗൈസ് നമ്മൾ അരി ഇടുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ഒരു വിസിലൊക്കെ വന്ന ഗൈസ് തുറന്ന് നോക്കിയ സമയത്ത് നല്ല അടിപൊളി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, മസാലേൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഗോസ്റ്റ് കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഗൈസ്. അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ അരീൻ്റെ ക്വാണ്ടിറ്റീൻ്റെ ഡബിളായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അരി കിടക്കാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. അങ്ങനെ ഗൈസ് നമുക്ക് ആവശ്യമായ രീതിയിൽ ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അരി ഇട്ട് കൊടുക്കുക ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റേതായ രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് കളിക്കുന്ന നമുക്ക് എൻ്റെ ആൾക്കാരുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ടെസ്റ്റ് ചെയ്യണുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ മസാല കൂട്ടണം എന്നുണ്ടെങ്കിൽ മസാലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നാൽ ഗൈസ് നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. അങ്ങനെ ഗൈസ് വെന്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഗൈസ് എന്ത് അടിപൊളിയായിട്ട് ആ വെന്ത് കിടക്കുന്ന അരിയെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ അകത്തേക്ക് വലിയൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മഹ്ദൂദ് മാറ്റാണ് കേട്ടോ ഗൈസ്. നല്ല അടിയിലൊന്നും പിടിക്കാതെ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മളെ മഹ്ദൂദ്. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ തട്ടുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോയിട്ടുണ്ട്. അതാണ് ഗൈസ് നിങ്ങൾ സൈഡിൽ കാണുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ തട്ടി. അങ്ങനെ ഗൈസ് ഇതാ നമ്മൾ മഹ്ദൂദ് ഇവിടെ റെഡി ആക്കിയിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ കഴിച്ച് കളയത് എങ്ങനെയുണ്ട്.
പിന്നെ ഗൈസ് നമ്മൾ എല്ലൊക്കെ എടുത്തുകൊണ്ടുവന്ന് അച്ഛൻ എനിക്ക് വിളമ്പി തരാണ് കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ മുഖം എന്താണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. വേറെ ഒന്നുമല്ല ഗൈസ്, ചൂടാണ്. അത്രമേൽ ചൂടുണ്ടായിരുന്നു ഗൈസ്. ചിക്കനൊക്കെ നമ്മൾ പൊളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്ന വയലൊക്കെ അലിഞ്ഞു പോയിട്ടോ ഗൈസ്. ശരിക്കും ഞാൻ വെറുതെ വിടാതെ നിങ്ങൾ വിചാരിക്കരുത്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോ അല്ലാത്ത വീഡിയോയ്ക്ക് ഞാൻ ഇനിയും വരാം. അപ്പോൾ ബൈ ബൈ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.